2014 കോഴിക്കോട്ടെ ഗുരുവായൂരപ്പൻ കോളേജ്. ആ കോളേജിൽ അന്നത്തെ PG വിദ്യാർത്ഥിനിയായിരുന്ന ഒരു വിദ്യാർത്ഥിനി തനിക്ക് ഈ UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടി എന്ന് കോളേജ് അധികൃതരോടും തൻ്റെ അധ്യാപകരോടും കോളേജ് പ്രിൻസിപ്പലിനോടും ചെന്ന് പറയുന്നു. അങ്ങനെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് അത്തരത്തിലൊരു ഉന്നത റാങ്ക് കിട്ടി എന്നറിഞ്ഞ അവർ ഉടനടി ഒരു സ്വീകരണം ഒരുക്കുന്നു. അതിലെ ഫോട്ടോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകരണത്തിൽ കാരണം എന്താ, വലിയ അഭിമാനകരമായ ഒരു സംഭവം. UPSCയിൽ അതും ഉന്നത റാങ്ക് ലഭിക്കുന്നു. വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു എന്ന് മാത്രമല്ല, അവിടെ മധുര വിതരണങ്ങൾ നടത്തുന്നു. എല്ലാം കഴിഞ്ഞ് കോളേജിന് മുന്നിൽ ഒരു 5-6 ഫ്ലെക്സ് ബോർഡുകൾ, എന്താണ്, ഈ UPSC പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ ആ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ കോളേജിന് മുൻപിൽ, ഗുരുവായൂരപ്പൻ കോളേജിന് മുമ്പിൽ, കോഴിക്കോട്ടെ ഗുരുവായൂരപ്പൻ കോളേജിന് മുൻപിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ തന്നെ ഉത്തരവിടുന്നു, ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണം. എന്താ കാര്യം? ആ വിദ്യാർത്ഥിനി അങ്ങനെ ഒരു സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് പോയിട്ട് സിവിൽ സർവീസ് പരീക്ഷ പോലും എഴുതിയിട്ടില്ല. കോളേജ് അധികൃതരെയും കോളേജിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, മണ്ടന്മാരാക്കിയതാണ്, പൊട്ടന്മാരാക്കിയതാണ്, പറ്റിച്ചതാണ്. ഇത് തിരിച്ചറിയാൻ ദിവസങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ വിദ്യാർത്ഥിനി കോളേജ് ജീവിതം അവസാനിപ്പിച്ച് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ പടി ഇറങ്ങുന്നു. ആരാണ് ആ വിദ്യാർത്ഥിനി എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ആ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ദുബൈയിൽ പോയി കൊണ്ടും കൊടുത്തും അധ്വാനിച്ച് ജീവിക്കുന്ന MA ഷഹനാസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഇപ്പം ഇവിടെ പറഞ്ഞത് എന്ന്. ആ പറഞ്ഞത് മറ്റൊന്നിനുമല്ല, ഈ തട്ടിപ്പും വെട്ടിപ്പും ഈ കുതികാല് വെട്ടുന്ന ഏർപ്പാടും തനിക്ക് ആളാവണം എന്നുള്ള പരിപാടിയുമൊക്കെ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. എന്ന് മുതലെന്ന് ചോദിച്ചാൽ വ്യക്തമായും കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അത് പുറത്തേക്ക് വന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. അത് പുറത്തേക്ക് വന്നത് ഈ പറയുന്ന 2014 എന്നുള്ളതാണ്. അപ്പോൾ ഈ MA ഷഹനാസ് IASന്റെ പറ്റിപ്പിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, MA ഷഹനാസ് ഇന്നലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും നടത്തുന്ന പേപ്പട്ടി കുരക്കും പോലെ നടത്തുന്ന കുരയാണ് ഇതിനുള്ള ആധാരമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ MA ഷഹനാസ് നടത്തിയ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് ഇന്നലെയോ മെനിഞ്ഞാന്നോ തുടങ്ങിയതല്ല. ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി തനിക്ക് പ്രശസ്തി ഉണ്ടാക്കണമെന്ന് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ഷഹനാസിൻ്റെ വാർത്താ സമ്മേളനം, മാധ്യമ സമ്മേളനം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഷഹനാസ് നാവിനെല്ലില്ലാത്തത് കൊണ്ട് ഞാനാണ് എന്തോ വലിയ സംഭവമാണ്, വലിയ സ്ത്രീ സംരക്ഷകയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വലിയ വീരവാദങ്ങൾ ഇങ്ങനെ മുഴക്കി വെല്ലുവിളികളൊക്കെ നടത്തി ഇങ്ങനെ ഒരു മെനയിൽ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചോദ്യം അവിടെ നിന്ന് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷഹനാസ് പറയുന്ന മറുപടി എന്താ? എൻ്റെ കയ്യിൽ തെളിവുകളില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഷഹനാസ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വ്യക്തി പറയാ, തെളിവുകൾ പുറത്തുവിടാൻ പറയുമ്പോൾ തെളിവുകളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? ഈ പുറത്തു വന്ന ആരോപണങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ കാണണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ തെളിവുകളോ
ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളോ അല്ല, പക്ഷെ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനം വിശ്വസിക്കണം. അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ തല അടിച്ച് ഞങ്ങൾ പൊളിക്കൂ എന്നൊരു ഭീഷണിയല്ലേ അവർ പുറത്തേക്ക് ഇടുന്നത്. തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചാൽ തെളിവുകളില്ല. അതെങ്ങനെ സാധിക്കും? തെളിവുകൾ എങ്ങനെ ഇല്ലാതിരിക്കുന്നേ? അതും ഡിജിറ്റൽ കാലഘട്ടത്തിൽ. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന തെളിവുകൾ പോലും വർഷങ്ങൾക്ക് പഴക്കമുള്ള പല കാര്യങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് വിടുന്ന ആളുകൾ, ചില ആളുകൾ ആ കയ്യിലുള്ളതൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്, പക്ഷേ അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നുമുണ്ട്. ഇവൻ അങ്ങനെ ബൂമറാങ് പോലെ തിരിച്ചടി ആകുമെന്ന് കരുതിയിട്ടാണോ ഷഹനാസ് എൻ്റെ കയ്യിൽ തെളിവില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത്? ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. നിങ്ങൾ പുറത്തേക്ക് വിട്, അത് പുറത്തേക്ക് വിട് എന്ന് രാഹുൽ അത് പറയുമ്പോൾ രാഹുലിന് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് ഇത്? തനിക്ക് അനുകൂലമാകാൻ പോകുന്ന സ്ക്രീൻഷോട്ടുകളാണ് എന്ന് അതറിയുന്നത് കൊണ്ട് തന്നെയാണ് ഷഹനാസിനെ പോലെയുള്ള ആളുകൾ എൻ്റെ കയ്യിൽ തെളിവില്ല, എൻ്റെ കയ്യിൽ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഷഹനാസ് ആളാവാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു മൊബൈൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട്, ഇതാ ഈ മൊബൈൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഒരു മൊബൈലിൽ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ബോധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. അത് പ്രത്യേകം ഷഹനാസ് ഈ മൊബൈൽ പരിശോധിക്കാമെന്ന് പറയുമ്പോൾ പരിശോധിക്കേണ്ടത് ആ മൊബൈലിലാണോ, അല്ലെങ്കിൽ രാഹുൽ പറയുന്ന കാര്യങ്ങളുള്ളത് ആ മൊബൈലിലാണോ, അല്ലെങ്കിൽ വേറെ വല്ല മൊബൈലിലും ആയിരുന്നോ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഷഹനാസ് എന്തോ വലിയ കാര്യം പോലെ ഈ ഫോൺ കൂടി നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ ആ ഫോണല്ല രാഹുൽ പറയുന്ന ഫോണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഷഹനാസിനെ പോലെയുള്ള ആളുകൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഷഹനാസ് എവിടെ നിന്ന് തുടങ്ങുന്നു? ഒലീവ് പബ്ലിക്കേഷനിലെ ഒരു ജോലിക്കാരിയായ ഷഹനാസ് ദുബൈ കേന്ദ്രീകരിച്ച് മക്ബത്ത് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ മേധാവിയാവണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഷഹനാസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിലമ്പൂരിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ രാഹുൽ ക്ഷണിച്ചിട്ട് പോകാതിരുന്നത് അയാൾ കോഴിയാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതേ ഷഹനാസ് തന്നെയാണ് മാക്ബത്തുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് രാഹുലിനെ 2024 അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഇതൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കോഴിയാണെന്ന് മനസ്സിലായിട്ട് പോകാത്ത വ്യക്തി അത് കഴിഞ്ഞിട്ട് 2024 അങ്ങോട്ട് ക്ഷണിക്കുന്നു. അപ്പം ഈ വൈരുദ്ധ്യങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതിന് തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. രാഹുൽ പറയുന്നു അവരുടെ കയ്യിലുള്ളത് പുറത്ത് വിടട്ടെ, അത് എൻ്റെ കയ്യിലില്ല, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ തെളിവുകളില്ല. വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ഫോൺ നിങ്ങൾക്ക് പരിശോധിക്കാം. ആ ഫോണിലല്ല കാര്യങ്ങളുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ആ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ പിന്നെ എങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ റിട്രീവ് ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസി, പോലീസിനെ പോലെയുള്ള ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിൻ്റെ രീതിയിൽ പോകണം. അതിൻ്റെ രീതിയിൽ പോയാൽ മാത്രമേ അത് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വല്ല ഹാക്കർമാരുടെയും സഹായം വേണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഹാക്കർമാരെ ഉപയോഗിച്ചത് ഹാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലാണ് നമ്മുടെ രാജ്യത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഷഹനാസിനെ പോലെയുള്ള ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, വലിയ വെല്ലുവിളികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇവരാരും പരാതി കൊടുക്കുന്നില്ല. നിയമപരമായി ഇതിനെ നേരിടാൻ ഇവർ തയ്യാറല്ല. പക്ഷേ ഇവർക്കെല്ലാം വാർത്താ സമ്മേളനം ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കണം. എന്താ കാര്യം? ആളാവണം. ഈ പേരിലെങ്കിലും രാഹുലിൻ്റെ പേരുപയോഗിച്ച്, ഇപ്പോൾ രാഹുലിൻ്റെ സ്വന്തം എന്നുള്ള പേരിൽ എന്ന് പറഞ്ഞാൽ MLAയുടെ ആള് എന്നുള്ള രീതിയിൽ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കാൻ പരിശ്രമങ്ങൾ നടത്തി നോക്കി. അതൊക്കെ പൊളിഞ്ഞുപോയി. ഇനി എന്താ വഴി? ഇനി രാഹുലിൻ്റെ പേരുപയോഗിച്ച് രാഹുലിൻ്റെ ശത്രു, ആദ്യം രാഹുലിൻ്റെ മിത്രമാകാൻ നോക്കിയിട്ട് പൊളിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ നോക്കുന്നത് എന്താ? രാഹുലിൻ്റെ ശത്രു എന്നുള്ള രീതിയിൽ ഒരു കുപ്രസിദ്ധി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് ഷഹനാസ് ആണെങ്കിലും റിനിയാൻ ജോർജ് ആണെങ്കിലും ഇനി ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൈലേജ് ആർക്കാ? രാഹുൽ മാങ്കൂട്ടത്തിലിനാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആർക്കാ? രാഹുൽ മാങ്കൂട്ടത്തിലിനാ. സ്റ്റാർഡം അതാർക്കാ? രാഹുൽ മാങ്കൂട്ടത്തിലിനാ. ജനങ്ങൾക്ക് അറിയുന്ന വ്യക്തി ആരാ? രാഹുൽ മാങ്കൂട്ടമാ. ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള വ്യക്തി ആരാ? രാഹുൽ മാങ്കൂട്ട, അല്ലാതെ ഷഹനാസ് ആണോ? റിനി. അപ്പം ഇവരെയൊക്കെ കേരളത്തിൻ്റെ പൊതുജനത്തിന് അറിയുന്നത് എങ്ങനെയാ?
രാഹുൽ മാങ്കൂട്ടം മിസ്ബിഹേവ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ദുരുപയോഗം ചെയ്ത ആളുകൾ എന്നൊക്കെയാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കുപ്രസിദ്ധി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായ പോരാട്ടത്തിന് തയ്യാറല്ല. നിയമപരമായി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിലീറ്റ് ചെയ്തതും ചെയ്യാത്തതും ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഇനി രാഹുൽ പറയുന്ന ഇവർ പറയുന്ന കാലയളവിൽ ഇവരുടെ കയ്യിലുണ്ടായ ഫോണോ ഡിജിറ്റൽ ഡിവൈസുകളോ ഒക്കെ ഹാജരാക്കേണ്ടി വരും, അത് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ ഉയർത്തിക്കാട്ടുന്ന ഫോൺ പോലെ ആയിരിക്കില്ല. കാരണം അല്ലേ, ഇപ്പം ഇവരൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഫോണുകൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാ. അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള സമയത്ത് 2020 ഷെഹനാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണല്ല ഇപ്പോൾ ഷെഹനാസിൻ്റെ കയ്യിലുള്ളത് അല്ലേ. കർഷക സമരം നടന്നത് 2020 റിനി ആൻ ജോർജ് ഫസ്റ്റ് വിത്തിൻ 24 hours പരിചയപ്പെട്ടു. 24 hours ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് റിനി ആൻ ജോർജിൻ്റെ കയ്യിലുണ്ടായ ഫോണല്ല ഇന്ന് റിനി ആൻ ജോർജിൻ്റെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ എൻ്റെ ഫോൺ പരിശോധിക്കാമെന്ന് പറയാം. പക്ഷേ പോലീസിനോട് അത് പറയാൻ പറ്റില്ല. കാരണം പോലീസ് അന്ന് ഏത് ഫോണാണ് കയ്യിലുണ്ടായെന്ന് നോക്കും, അതിൻ്റെ കാര്യങ്ങളുണ്ടോ നോക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിയമപരമായിട്ട് പോകുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകും. അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളില്ല, പരാതിയില്ല, ആരോപണം മാത്രം. കാരണം എന്താ, എനിക്ക് വേണ്ടത് പ്രശസ്തിയാ, എനിക്ക് വേണ്ടത് കുപ്രസിദ്ധിയാ. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് എപ്പോൾ തുടങ്ങി? 2014 മുമ്പ് തുടങ്ങി. PG വിദ്യാർത്ഥിനി ആയിരിക്കും അതിനൊരു ശ്രമം നടത്തി. ഷെഹനാസ് IAS